കർഷകർക്ക് പുറമെ മത്സ്യത്തൊഴിലാളികളെയും വേട്ടയാടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എം.പി. കെ.സി. വേണുഗോപാൽ. ആഴക്കടൽ മത്സ്യബന്ധനത്തിനും വിദേശ ബോട്ടുകൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കി കൊടുക്കുന്നതും മത്സ്യത്തൊഴിലാളികൾക്ക് ദ്രോഹകരമാവുന്ന മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാൻ ഒരുങ്ങുന്നതും പോരാഞ്ഞാണ് ട്രോളിംഗ് നിരോധനം നീട്ടിക്കൊണ്ടുള്ള മോദി സർക്കാരിന്റെ നടപടിയെന്നും എം.പി. കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ വാർത്താസമ്മേളനം നടത്തി അഭിപ്രായപ്പെട്ടു. ഈ ഒരു വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലൊട്ടാകെ കർഷകർക്കെതിരായിട്ടുള്ള വലിയ ദ്രോഹ നടപടികൾ സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റാണ് എന്നുള്ളത് ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലൂടെയും കർഷകരുടെ ക്ഷേമത്തിനായിട്ടുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ വെട്ടിക്കുറച്ചതിലൂടെയും തെളിയിച്ച കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കൃഷിക്കാർക്ക് പിന്നാലെ മത്സ്യത്തൊഴിലാളികളെ വേട്ടയാടുന്ന സമീപനമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴയുടെ തീരപ്രദേശം ഉൾപ്പെടെ കേരളത്തിൻ്റെ തീരപ്രദേശം ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായി മത്സ്യബന്ധന തൊഴിലാക്കി മാറ്റിയ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിലും പ്രയാസത്തിലുമാക്കുന്ന വളരെ ജനദ്രോഹപരമായ നടപടികളാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. 3 വിഷയങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കിയ വിഷയങ്ങളായിരുന്നു ഡോക്ടർ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതിലെ പ്രധാനപ്പെട്ട നിഗമനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ ട്രോളറുകൾക്ക് നൽകിയിരുന്ന ലൈസൻസ് LOP ലെറ്റർ ഓഫ് പെർമിറ്റ് വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ. 2 കാര്യങ്ങളാണ് മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും കൂടുതൽ ജനദ്രോഹം, മത്സ്യത്തൊഴിലാളി ദ്രോഹം. ഒന്ന്, ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ ട്രോളറുകൾക്ക് കൂടുതൽ സൗകര്യം കൊടുക്കുന്ന, അതോടൊപ്പം തീരക്കടലിൽ 200 മീറ്റർ വരെയുള്ള തീരക്കടൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ബഫർ സോണാക്കി മാറ്റുക. പക്ഷേ കടുത്ത ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഈ ബഫർ സോണാക്കുന്ന തീരുമാനത്തിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് പിൻവാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ 46 ദിവസമായിരുന്ന ട്രോളിംഗ് നിരോധനം 61 ദിവസം വരെ നീട്ടിക്കൊണ്ടുള്ള കേന്ദ്ര നടപടി മത്സ്യത്തൊഴിലാളിയെ ദ്രോഹിക്കുന്നതാണെന്നും എം.പി. പറഞ്ഞു. ട്രോളിംഗ് നിരോധന ഉത്തരവ് സംബന്ധിച്ച ആശങ്കകൾ അകറ്റാൻ യോഗം വിളിച്ചു ചേർക്കുമെന്ന പാർലമെന്റിന് മുമ്പാകെ നൽകിയ ഉറപ്പ് പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഉത്തരവുകൾ റദ്ദാക്കുകയും ആശങ്കകൾ പരിഹരിക്കാൻ യോഗം വിളിച്ചുകൂട്ടുമെന്ന പാർലമെന്റിന് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര കൃഷി മന്ത്രാലയത്തിനും എം.പി. എന്ന നിലയിൽ താൻ അടിയന്തരമായി കത്തയക്കുമെന്നും എം.പി. കെ.സി. വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു.